ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം ക്വിസിന് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരീസ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ജില്ലാതലമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ഉപകാരപ്പെടുന്ന ചില ചോദ്യങ്ങൾ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ചോദ്യങ്ങൾ അക്ഷരമുറ്റത്തിന് മാത്രമല്ല, സോഷ്യൽ സയൻസിൻ്റെതാണെങ്കിലും മറ്റേത് ക്വസ്റ്റിനും ഏത് തലത്തിലും, ജില്ലാതലമാണെങ്കിലും സബ് ജില്ലാതലമാണെങ്കിലും എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്ന ചില ക്വസ്റ്റ്യനുകളാണിത്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ടൂറ് പോയതിന് ശേഷം എനിക്ക് ഇതുവരെയായിട്ടും ശബ്ദം അത്ര റെഡി ആയിട്ടില്ല. അതുപോലെ നിഷാന്റെ കൂടെ വീഡിയോ എടുക്കാന്ന് കരുതിയപ്പോൾ അവൻ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ പനിയൊക്കെ ആയിട്ട് ഇപ്പൊ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതും നടന്നില്ല. എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്നത്തെ ആ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. യെസ്. പ്രവാസികളായ മലയാളികൾക്ക് അവർക്ക് മലയാളമായിട്ട് വലിയ ബന്ധം കാണില്ല. അവരെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ സംവിധാനത്തിന്, ഏജൻസിക്ക് പറയുന്ന പേരെന്താണ്? മലയാളം മിഷൻ. മലയാളം മിഷൻ. ശബ്ദത്തിൽ പറഞ്ഞോളൂ. മലയാളം മിഷൻ. ആ മലയാളം മിഷന്റെ ഒരു ആശയമുണ്ട്, അവരുടെ ഒരു ആപ്തവാക്യം എന്താണെന്ന് പറയാം? അത് രസമാണ്. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. ശരിയാണ്. അവരെല്ലായിടത്തും വരേണ്ടി വരുമല്ലോ. അത് പ്രവാസികൾക്ക് മാത്രമാണ്, കേരളത്തിലുള്ളവർക്കായിട്ടില്ല. അവരുടെ മലയാളത്തിന്റെ വേണ്ടിയുള്ള പല പല കോഴ്സുകൾ ഉണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്. അതായത് 4ാം ക്ലാസ് 7ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ തുല്യതയൊക്കെ പോലെ മലയാളം മിഷന്റെ ആ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പേര് പറയാവോ? കണിക്കൊന്നയാണ്. മലയാളത്തിലുള്ള പേരാണ് കണിക്കൊന്ന. എങ്കിൽ അടുത്ത ചോദ്യം. മലയാളം മിഷന്റെ മുഖപത്രം, ശരിക്കും മുഖപത്രം എന്ന് പറഞ്ഞാൽ അവരുടെ വാർത്താ പത്രിക കൂടിയാണ്, അവരുടെ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രസിദ്ധീകരണം. എന്താണ് അതിന്റെ പേര്? ഭൂമി മലയാളം. ശരിയായ ഉത്തരം. ഒന്നുകൂടെ പറഞ്ഞു. ഭൂമി മലയാളം. കറക്റ്റ് ആണ്. എങ്കിൽ അവരുടെ വെബ് മാഗസിന്റെ പേര്, എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ വെബ്സൈറ്റിൽ അവരുടെ ഒരു മാഗസിൻ, വെബ് മാഗസിൻ ഉണ്ട്. എന്താണ് അതിന്റെ പേര്? പൂക്കാലമല്ലേ? പൂക്കാലമാണ്. പൂക്കാലം. മലയാളി ടച്ച്. ഭൂമി മലയാളം, കണിക്കൊന്ന, പൂക്കാലം. എങ്കിൽ മലയാളം മിഷന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ അധ്യക്ഷൻ അപ്പോ പിണറായി വിജയൻ. എങ്കിൽ ആദ്യത്തെ മലയാളം മിഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? വി എസ് അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് മലയാളം മിഷൻ തുടങ്ങിയത്. മലയാളം മിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സും കൂടെ പറയാമെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. തിരുവനന്തപുരം ആയിരിക്കും. തിരുവനന്തപുരം ആണ്. മലയാളം മിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് 1956 ആണ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്, അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവ് തന്നെയാണ്. അപ്പൊ അത് എവിടെയായിരിക്കും? അത് തിരുവനന്തപുരത്തായിരുന്നു. 56. 2 വർഷം കഴിഞ്ഞ് 1958 തൃശ്ശൂരിലേക്ക് മാറ്റിയത്. ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തൃശ്ശൂർ ആയതുകൊണ്ടാണ് തൃശ്ശൂരിനെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. അതെ. എങ്കിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു? സർദാർ കെ എം പണിക്കർ. ശരിയായ ഉത്തരം. സാഹിത്യ അക്കാദമിക്ക് ഉണ്ടോ ഒരു മുഖമാസിക? കുറെ ഉണ്ട്. എന്നാലും പ്രധാനപ്പെട്ട മാസിക ഏതാ? സാഹിത്യ ചക്രവാളമാണ് മാസിക. സാഹിത്യലോകം ഉണ്ട്, അത് ദ്വൈമാസികയാണ്. അവർക്കൊരു ഇംഗ്ലീഷിലൊരു പ്രസിദ്ധീകരണമുണ്ട് സാഹിത്യ അക്കാദമിക്ക്. ഏതാണ്? മലയാളം ലിറ്റററി സർവേ. ശരിയായ ഉത്തരവാണ്. ഇംഗ്ലീഷിലാണ്, പക്ഷെ പേരിൽ മലയാളം ലിറ്റററി. മലയാളം എന്ന് മാത്രം മലയാളം പേര്. സാഹിത്യ അക്കാദമി ആയതുകൊണ്ട് ലിറ്റററി സർവേ. കേരള ലളിതകലാ അക്കാദമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം എവിടെയായിരിക്കും? തൃശ്ശൂർ. അതൊന്നും സംശയമൊന്നുമില്ല. എങ്കിലും കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനോ? എം രാജവർമ്മ രാജ. ആരാണ്? എം രാജവർമ്മ രാജയാണ്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. രാജാ രവി, പ്രശസ്ത മലയാള ചിത്രകാരനായ, ഇന്ത്യയുടെ അഭിമാനമായ, മലയാളികളുടെ അഭിമാനമായ രാജാ രവിവർമ്മയുടെ മകനായിരുന്നു എം രാജവർമ്മ രാജ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ സംഗീത നാടക അക്കാദമിയായിട്ട് ജവഹർലാൽ നെഹ്റുവിന് ഒരു ബന്ധമുണ്ട്. അത് ശരിയാണ്. അത് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. സംഗീത നാടക അക്കാദമിയുടെ ഉദ്ഘാടനം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1958 തൃശ്ശൂരിൽ വെച്ച്. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാന മന്ദിരം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശില്പി ആരാണ്, അല്ലെങ്കിൽ ആർക്കിടെക്ട് ആരാണ്? ചോദിക്കാനൊരു കാരണമുണ്ട്. കേരളത്തിലൊക്കെ ആണെങ്കിൽ പോലും ചെലവ് കുറഞ്ഞ നിർമ്മാണ രീതികളൊക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്.
ആരാ പറഞ്ഞു? ലാറി ബേക്കർ. ലാറി ബേക്കർ ശരിയായ ഉത്തരമാണ്. ലാറി ബേക്കർ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു? മങ്കുത്തമ്പുരാനായിരുന്നു. ഇപ്പോഴത്തെ ആളാണെന്ന് പറയാമോ? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ. എന്താണ് കേരള ലളിതകലാ അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണം? എല്ലാത്തിന്റെയും മുഖപ്രസിദ്ധീകരണം ഇത് കേളിയാണ്. എന്നാണെങ്കിൽ ഓർത്ത് ചെയ്യാം, മറ്റേ സംഗീത നാട് കേളി കൊട്ടോടല്ലേ തുടങ്ങുന്നത്, അങ്ങനെയൊക്കെ ഓർത്ത്. അതെ കേളി ഭയങ്കര. ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മികവിന് കേരള ലളിതകലാ അക്കാദമി ഒരു പുരസ്കാരം നൽകുന്നുണ്ട്. അതിന്റെ പേര് പറയാവോ? സ്വാതി പുരസ്കാരം. സ്വാതി തിരുനാളിനോട് ചേർന്നുള്ള പേരായിരിക്കും. പൊലി. അടുത്ത വീണ്ടും ഒരു പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് പൊലി. ആരുടെയാ? കേരള ഫോക്ലോർ അക്കാദമിയുടെയാണ്. ഫോക്ലോർ അക്കാദമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അറിയോ? എവിടെയാ? തൃശ്ശൂരാണ് കരുതും, പക്ഷെ കണ്ണൂരല്ലേ ഉത്തരം. കണ്ണൂരാണ് ഉത്തരം. കാരണം അത് മാത്രമാണ് ഈ ഫോക്ലോർ തെയ്യം ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ കണ്ണൂരായി മാറിയത്. എങ്കിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം ഏതാണ്? വിജ്ഞാന കൈരളിയാണ്. കോഡൊക്കെ ഉണ്ടല്ലോ. എന്താ? ഈ ഭാഷയാണല്ലോ, ഭാഷയിലൂടെ നമ്മൾ സ്വന്തം ഭാഷയിൽ അല്ലെങ്കിൽ ഏത് ഭാഷയിലാണെങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചാണല്ലോ അറിവ് നേടുന്നത്. അപ്പോ വിജ്ഞാനമൊക്കെ കിട്ടണമെങ്കിൽ ഭാഷ അങ്ങനെ പഠിക്കണല്ലോ. ഭയങ്കരം. അതിനേക്കാൾ എളുപ്പം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം വിജ്ഞാന കൈരളി എന്നൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം തളിരാണ്. തളിര് നമ്മൾ വരുത്തുന്നുണ്ട്. തളിരിന്റെ പത്രാധിപരാരാ? പള്ളിയറ ശ്രീധരൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നല്ലതാണ് കേട്ടോ. കണക്കിന്റെ ചെറിയ ഒരുപാട്. കബഡയാതി എന്താ? അദ്ദേഹത്തിന്റെ ഒരു കോളം തളിരിലുള്ള കോളം. ശരി ഓക്കെ. നെക്സ്റ്റ്. 1930 നവംബർ 9 കക്കാട് കാരണവപ്പാടിന്റെ കുന്നംകുളത്തുള്ള മടപ്പാട്ടിൽ വെച്ച് ആരംഭിക്കപ്പെട്ട സ്ഥാപനം. ചോദ്യം ഞാൻ ആവർത്തിക്കാം. 1930 നവംബർ 9 കക്കാട് കാരണവപ്പാടിന്റെ കുന്നംകുളത്തുള്ള മടപ്പാട്ടിൽ വെച്ച് ആരംഭം കുറിക്കപ്പെട്ട സ്ഥാപനം ഏത്? ജസ്റ്റ് ഞാൻ അക്ഷരമറ്റ ശൈലിയിൽ ചോദിച്ചതാണ്. അത് കേരള കലാമണ്ഡലമാണ്. സ്ഥാപിച്ചതാരാ? വള്ളത്തോളാണ്. കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് വള്ളത്തോളിനെ വളരെയധികം സഹായിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാണ്? മണക്കുളം മുകുന്ദരാജ ശരിയായ ഉത്തരവാണ്. എവിടെയാണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്? ചെറുതുരുത്തിയിലാണ്. ഏത് നദിയുടെ തീരത്ത്? ഭാരതപ്പുഴയുടെ തീരത്ത്. എങ്കിൽ കേരള കലാമണ്ഡലത്തിന് ഇപ്പോൾ കൽപ്പിത സർവകലാശാല സ്ഥാനമുണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഏത് വർഷമാണ് കേരള കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റി സ്ഥാനം ലഭിച്ചത്? 2007. കലാമണ്ഡലത്തിൽ എല്ലാം പഠിപ്പിക്കുന്നുവെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. 2 കലാരൂപങ്ങൾ ഏതൊക്കെയായിരിക്കും? കഥകളി ഉണ്ടെന്ന്, മോഹിനിയാട്ടം. കഥകളിയും മോഹിനിയാട്ടവും തന്നെയാണ്. അടുത്ത ചോദ്യം. അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? തൃപ്പൂണിത്തറയാണ് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് പ്രശസ്തം. തൃപ്പൂണിത്തറയാണ് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് പ്രശസ്തം. തൃപ്പൂണിത്തറക്കാരനായ മറ്റൊരാളുടെ പേര് ഞാൻ പറയാം. പാലിയത്ത് രവിയച്ചൻ. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്. എന്താ പ്രത്യേകത? കേരള ക്രിക്കറ്റിന്റെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. തൃപ്പൂണിത്തറയിലാണ് പൂജ ക്രിക്കറ്റ് ടൂർണമെന്റ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ ഒന്നാണ് പൂജ. ആ ക്രിക്കറ്റ് ടൂർണമെന്റിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ആദ്യകാലത്ത് തന്നെ. സോ കേരളത്തിന്റെ ക്രിക്കറ്റിന്റെ പിതാവാണ് അദ്ദേഹം. കൊച്ചി രാജ്യത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും കൂടിയായിരുന്നു തൃപ്പൂണിത്തറ. അതുകൊണ്ട് തൃപ്പൂണിത്തറയിൽ പോയാൽ എല്ലാവരും കാണുന്ന ആ ഒരു പാലസ് ഉണ്ടല്ലോ, തൃപ്പൂണിത്തറ ഹിൽ പാലസ്. അവിടെ ഷൂട്ട് ചെയ്ത പ്രശസ്തമായ സിനിമ മണിച്ചിത്രത്താഴ്. മുഴുവൻ അവിടെയല്ല, എന്നാലും വളരെ പ്രശസ്തമായ ഈ കോട്ട പാലസ് എന്നൊക്കെ കേട്ടപ്പോ ഞാൻ മാടമ്പള്ളിയിലേക്ക് പ്രശസ്ത ഭാഗങ്ങളൊക്കെ അവിടെയാ. ശരി. കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. ശരിയാണ്. ആനയോട്ടം. കേരളത്തിൽ ഒരുപാട് ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ആനയോട്ടമുണ്ട്. പക്ഷേ ആനയോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായത് അതെവിടുത്തെയാണ്? ഗുരുവായൂരിലെ ആനയോട്ടമാണ്. ശരിയാണ്. വൈക്കത്തഷ്ടമി നമ്മുടെ കോട്ടയം ജില്ലക്കാരുടെ ആഘോഷമാണ്. എത്ര ദിവസം? 12. വൈക്കത്തഷ്ടമി 12 ദിവസമാണ്. അതുപോലെ അടുത്തത് കാളകെട്ട് ഉത്സവത്തിന് ഏറ്റവും പ്രശസ്തമായ കേരളത്തിലെ ക്ഷേത്രം? കാളകെട്ട് മതിലുകളൊന്നും ഇല്ലാത്തൊരു ക്ഷേത്രമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ വാതിൽക്കൽ കൂടി പോയി ആ ക്ഷേത്രം കണ്ടതാണ്. ഏതാ? ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. മറക്കരുത് കേട്ടോ, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. 7.5 പൊന്നാന പുറത്തെഴുന്നള്ളിപ്പിന്
പ്രശസ്തമായ ഏഴരപ്പൊന്നാനിയുടെ ക്ഷേത്രം? ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. നമ്മുടെ സ്വന്തം അടുത്തുള്ള ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്തതിന് ഗിന്നസ് ബുക്കിലൊക്കെ റെക്കോർഡ് നേടിയ ഒരു ആചാരവും ക്ഷേത്രവും ഒക്കെ ഉണ്ട്. ഏതാണ്? പൊങ്കാലയായിരിക്കും. ആറ്റുകാൽ പൊങ്കാല. ചക്കുളത്തുകാവിലും പൊങ്കാലയുണ്ട്. ഇത് ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ് ഈ റെക്കോർഡ് കിട്ടിയത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ അറിയപ്പെടുന്നത്. വേലകളുടെ വേല. ഒരുപാട് സ്ഥലത്ത് വേലയുണ്ടെങ്കിലും ഞെട്ടിക്കുന്ന വെടിക്കെട്ടുമൊക്കെ ആയിട്ട് വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറ വേലയാണ്. നെന്മാറ വേല ശരിയായ ഉത്തരവാണ്. KPSCയുടെ ആദ്യത്തെ നാടകം ഏതാ? എന്റെ മകനാണ് ശരി. എന്റെ മകനാണ് ശരി എന്നുള്ളതാണ് KPSCയുടെ ആദ്യത്തെ നാടകം. എങ്കിൽ പറഞ്ഞു KPSCയുടെ ഫുൾ ഫോം. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബാണ്. ഈ സ്ഥാപനത്തിന് KPSCയുടെ സ്ഥാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഒരുപാട് നിരവധി ആൾക്കാർ ചേർന്നാണ് KPSC ഫോം ചെയ്തത്. എന്നാൽ അതിന് മെയിൻ കാരണക്കാരനായ ആളുടെ പേര് കാമ്പിശ്ശേരി കരുണാകരൻ ശരിയായ ഉത്തരവാണ്. എവിടെയാണ് KPSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്? കായംകുളം. അതും ശരിയായ ഉത്തരവാണ്. അത് കായംകുളത്ത് നമ്മൾ പോയിരുന്നു. കേരളത്തിന്റെ ക്രൂഷ്ചേവ്. ആരാണ് കേരളത്തിന്റെ ക്രൂഷ്ചേവ് എന്നറിയപ്പെടുന്നത്? MN ഗോവിന്ദൻ നായരാണ്. കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ MN ഗോവിന്ദൻ നായരെ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താ? ലക്ഷം വീട് പദ്ധതികൾ. ഒരുപക്ഷെ ഇന്ത്യയിൽ രാജ്യത്ത് ആദ്യമായിട്ട് അത്തരം ഒരു സംവിധാനം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ വീട് കൊടുക്കുന്ന സർക്കാരിന്റെ പദ്ധതി ഏതാ? ലൈഫ്. ഫുൾ ഫോം പറയാവോ? ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ അസസ്മെന്റ് എംപവർമെന്റ്. മൊത്തത്തിൽ തെറ്റായിട്ടുണ്ട്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. ഓക്കെ. ഈ അടുത്ത കാലത്ത് റെഡ് ലിസ്റ്റിൽ, ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിൽ നിന്നുള്ള വളരെ പ്രശസ്തമായ ഒരു ചെടിയുണ്ട്. എന്താ ചുവന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്? വംശനാശം. റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയ ഏതാ? നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകത 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് അത് പൂക്കുന്നത്. പക്ഷേ അത് അതിന്റെ വ്യാപ്തി കുറഞ്ഞു വരുന്നു, അതിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു. അതുകൊണ്ടൊക്കെയാണ് അതിനെ ചുവന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ഈ റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്? IUCN ആണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അതെ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓക്കെ. എവിടെയാണ് IUCN ഹെഡ് ക്വാർട്ടേഴ്സ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. അതും ശരിയാണ്. എങ്കിലും ഒരു ചോദ്യം കൂടെ. അടുത്തിടെ സാമൂഹ്യ മാധ്യമമായ സോഷ്യൽ മീഡിയയായ എക്സ്, പഴയ ട്വിറ്റർ ഇപ്പോഴത്തെ എക്സിനെ 10 ദിവസത്തേക്ക് നിരോധിച്ച രാജ്യം? വെനസ്വല ശരിയായ ഉത്തരവാണ്. എങ്കിൽ പറ വെനസ്വലയുടെ ക്യാപിറ്റൽ? കാരക്കസ് ശരിയാണ്. ഏത് കരാക്കസ്? ഓക്കെ, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എങ്ങനെ വായിക്കാമല്ലോ. ഏത് ഭൂഖണ്ഡത്തിലാണ് വെനസ്വല സ്ഥിതി ചെയ്യുന്നത്? ഏത്? നോർത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക. ബൊളീവിയയും അർജന്റീനയും ബ്രസീലും ഒക്കെയുള്ള സൗത്ത് അമേരിക്കയിലാണ് വെനസ്വല. ആരുടെ നാട് എന്ന് പറയാൻ കാര്യം, വെനസ്വല ഏറ്റവും പ്രശസ്തമായത് വളരെ പ്രശസ്തനായ ഒരു ഇടതുപക്ഷ നേതാവ് ഒരുപാട് കാലം അവിടെ 14 കൊല്ലത്തോളം അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. ആരാണത്? വെനസ്വലക്കാരൻ ഹ്യൂഗോ ഷാവേസ്. ആരാ? ഹ്യൂഗോ ഷാവേസിന്റെ നാട്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? നിക്കോളാസ് മഡൂറോ ആണ് ഇപ്പോഴത്തെ. എങ്കിലും ഓർക്കുക, ഷാവേസിന്റെ നാട്, ഹ്യൂഗോ ഷാവേസിന്റെ പേരിലാണ് കേട്ടോ അത് ആ രാജ്യം പ്രശസ്തം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം വെനസ്വലയിലാണ്. ടോളസ്റ്റ് വാട്ടർഫോൾ ഇൻ ദ വേൾഡ് ഏതാ? ഏഞ്ചൽ വാട്ടർഫോൾസ് ശരിയായ ഉത്തരവാണ്. എങ്കിൽ ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്. ISROയുടെ ഏറ്റവും കുഞ്ഞൻ വിക്ഷേപണ വാഹനം ഒരിക്കൽ കൂടി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായിട്ട് കഴിഞ്ഞ മാസം പരീക്ഷിച്ചു. ഏതാണ് അതിന്റെ പേര്? ESLV D3. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അത് പോയപ്പോൾ ചുമ്മാ പോയതല്ല. ഒരു ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 08 അതിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചുകൊണ്ടാണ് തൽക്കാലം അതിന്റെ ഈ 3ാമത്തെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അക്ഷരമുറ്റം ജില്ലാതല ക്വിസിന് ഉപകാരപ്പെടുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് ഒരു സീരീസ് പോലെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിബിൻ.